ഹൈ മക്കൾസ്, ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഓണം എക്സാം റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്, ഒരു ദിവസം 2 എക്സാം വേണ്ട. ഇത് മഴ ആയതുകൊണ്ടല്ല, അതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇത് കുട്ടികൾക്ക് വലിയൊരു ബേഡൻ തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഇത് മാറ്റണം, വേറെ രീതിയിൽ റീഷെഡ്യൂൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പോഴിതാ പുതിയ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. മക്കൾ, ആ ടൈം ടേബിൾ ഒന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 13-ാം തീയതി തന്നെയാണ്. ഒന്നാം ഭാഷ പേപ്പർ 1 ആണ്. 14-ാം തീയതി ഇംഗ്ലീഷ് ആണ്. 14-ാം തീയതി കഴിഞ്ഞാൽ 15-ഉം 16-ഉം ശനി ഞായറാണ് വരുന്നത്. മക്കളെ, വ്യാഴാഴ്ച ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 17-ാം തീയതി പിന്നെ വീണ്ടും തിങ്കളാഴ്ച ഹിന്ദി, 18-ാം തീയതി മാത്സ്, 19-ാം തീയതി സോഷ്യൽ, 20-ാം തീയതി ബേസിക് സയൻസ്, 21-ാം തീയതി ഒന്നാം ഭാഷ പേപ്പർ 2. ഒരു പക്ഷേ അത് ബിഫോർ നൂണാണ് മക്കളെ. മറ്റതൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ്. മറ്റേത് ഉച്ചയ്ക്ക് മുമ്പാണ്. എനിക്ക് തോന്നുന്നത് 21-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എല്ലാ സ്കൂളിലും സെലിബ്രേഷൻ നടക്കുന്നുണ്ടാവില്ല, ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ടാവില്ല. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതധികം പഠിക്കാനൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല. 1-ാം തീയതി, അതായത് വീണ്ടും ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കലാകായികം പ്രവൃത്തി പരിചയത്തിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഇതാണ് റീഷെഡ്യൂൾ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം 2 എക്സാം വരുന്നതൊക്കെ മാറിയിട്ട് സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പഠിക്കാം. നമ്മുടെ കൂടെ തന്നെ ഗവൺമെൻറ് ഉണ്ട്, നമ്മുടെ വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ ഉണ്ട്. വലിയ രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മക്കളെ, സെറ്റാക്കിയിരിക്കുക. നിങ്ങളുടെ കൂടെ തന്നെ നമ്മൾ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പഠിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടായാൽ മാത്രം മതി. സെറ്റാക്കാം. താങ്ക് യു.